നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിനുള്ള ഒരു മികച്ച പൊതുമേഖലാ സ്ഥാപനമായ NTPC നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനിലെ എഞ്ചിനീയറിംഗ് എക്സിക്യൂട്ടീവ് ട്രെയിനിമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 515 ഒഴിവുകളാണ് ഉള്ളത്. ഇതിലേക്ക് ബിടെക് ബിരുദമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അതോടൊപ്പം ഗേറ്റ് 2025 പരീക്ഷയിൽ ക്വാളിഫൈ ചെയ്തിരിക്കണം നിർബന്ധം കൂടിയുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ ഇതിലേക്ക് അവസരം പ്രയോജനപ്പെടുത്തിയ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഏതൊക്കെ ബ്രാഞ്ചിനും അപ്ലൈ ചെയ്യാൻ എത്ര വേക്കൻസികളാണുള്ളത്, എങ്ങനെയാണ് അപ്ലൈ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻസ് ആയിരിക്കും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യും, കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും കൂടെ ചെയ്യണം. നമുക്ക് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. NTPC എന്നുള്ള ഇന്ത്യയുടെ ഏകദേശം 86 ഗിഗാവാട്ടോളം പവറാണ് അത് ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റിയാണ് ഇപ്പൊ നിലവിൽ NTPCക്ക് ഉള്ളത്. അത് 2030 149 ഗിഗാവാട്ടായിട്ട് അത് ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് NTPC. അതിനുവേണ്ടി യങ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സിനെയാണ് ഇപ്പം അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പം പ്രത്യേകിച്ച് റിക്രൂട്ട് ചെയ്യുന്നത്. അതിൽ എഞ്ചിനീയറിംഗ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്കാണ്. 1 വർഷം ട്രെയിനിങ് ആയിരിക്കും. ട്രെയിനിങ് ശേഷം E1 എന്നുള്ള ഗ്രേഡിലായിരിക്കും നിയമനം ലഭിക്കുക. 1 ലക്ഷം രൂപയ്ക്കുള്ള ശമ്പളം, തുടക്ക ശമ്പളം ലഭിക്കുന്ന മികച്ച ജോലിയാണ് എന്ന കാര്യം കൂടെ മനസ്സിലാക്കുക. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻസ് ബിടെക് ബിരുദവും ഗേറ്റ് ക്വാളിഫിക്കേഷൻ മറ്റു വിഷയങ്ങൾ നോക്കാം. അതിലേക്ക് ഇപ്പോൾ വേക്കൻസികളുടെ എണ്ണം പറയുകയാണെങ്കിൽ 515 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് 165 വേക്കൻസി, മെക്കാനിക്കൽ 210, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ 125, കമ്പ്യൂട്ടർ സയൻസ് IT 2 15 വേക്കൻസികളാണുള്ളത്. വേണ്ട യോഗ്യത ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ഡിഗ്രി ആയിരിക്കണം. 65% മാർക്കോടെ ആയിരിക്കണം. എഞ്ചിനീയറിംഗ് ബിരുദം പാസ്സായിരിക്കണം. ബിടെക് അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗോ AMA ഏതായാലും കുഴപ്പമില്ല. അത് 65% മാർക്കോടെ പാസ്സായിരിക്കണം. എന്നാൽ SC കാരെയുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്ക് 55% മാർക്ക് മതി. ബാക്കി എല്ലാവരും 65% മാർക്കോടെ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയവരായിരിക്കണം. അതുകൂടാതെ ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് എഞ്ചിനീയറിംഗ് ഗേറ്റ് 2025 പരീക്ഷ ക്വാളിഫൈ ചെയ്തായിരിക്കണം. ഇതാണ് ബ്രാഞ്ചുകൾ എന്തായാലും മനസ്സിലാക്കുക. ഇപ്പോൾ ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലാണെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹൈ വോൾട്ടേജ്, പവർ ഇലക്ട്രോണിക്സ്, ഇങ്ങനെയുള്ള പല ബ്രാഞ്ചുകൾ, സ്പെഷ്യലൈസേഷൻ ഉള്ള ബ്രാഞ്ചുകളുള്ളവർക്കൊക്കെ ഇതിലേക്ക് ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലേക്ക് കൺസിഡർ ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് മാക്സിമം 27 വയസ്സാണ്. എന്നാൽ SC കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും എക്സർവിസ്മെന്റ് കാൻഡിഡേറ്റ്സും ഒക്കെ നിയമാനുസരണം ലഭിക്കുന്ന ഇളവുടെയും ബാധകമായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. സെലക്ഷൻ പ്രോസസ് ഗേറ്റ് 2025 അനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് പിന്നീട് വെരിഫിക്കേഷനും ഇന്റർവ്യൂ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും ഫൈനൽ നിയമനം ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിലേക്ക് ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ ഗേറ്റ് 2025 ക്വാളിഫൈ ചെയ്തിരിക്കണം. അതിലേക്കുള്ള ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ 40,000 മുതൽ 1,40,000 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. തുടക്ക ശമ്പളം, അടിസ്ഥാന ശമ്പളം തന്നെ 40,000 രൂപയായിരിക്കും. 1 വർഷമായിരിക്കും ട്രെയിനിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം ഒരു സർവീസ് ബോണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്ലൈ സെലക്ഷൻ ലഭിക്കുന്നവര് 3 വർഷമെങ്കിലും NTPC സെർവ് ചെയ്യാമെന്ന് പറഞ്ഞ് ബോണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. SC കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും 2 ലക്ഷം രൂപയുടെ ബോണ്ട് മതിയാവും 3 വർഷം സെർവ് ചെയ്യാൻ. അല്ലെന്നുണ്ടെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സ് EWS OBC കാരൊക്കെ 5 ലക്ഷം രൂപയുടെ ബോണ്ട് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 3 വർഷം സെർവ് ചെയ്യാതെ ബ്രേക്ക് ചെയ്ത് 5 ലക്ഷം രൂപ റിട്ടേൺ ചെയ്യേണ്ടി വരും. അതോടൊപ്പം മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരിക്കും. ഫൈനൽ ഇന്റർവ്യൂവിന് ശേഷം മെഡിക്കൽ ചെക്കപ്പിന് ശേഷമായിരിക്കും ഫൈനൽ നിയമനം എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്ന വെച്ചാൽ NTPCയുടെ വെബ്സൈറ്റ് ആയ www.ntpc.co.in എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗേറ്റ് 2025 ക്വാളിഫൈ ചെയ്തിരിക്കണം. അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ പ്രത്യേകം കാണിച്ചിരിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതുപോലെയുള്ള ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 500 രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെയുള്ള അപേക്ഷാ ഫീസ്. അപ്പം SC കാൻഡിഡേറ്റ്സും ഡിസബിലിറ്റി ഉള്ളവർക്കും എക്സർവിസ്മെന്റ് കാൻഡിഡേറ്റ്സും ഫീസിൽ ബാക്കി എല്ലാവർക്കും 500 രൂപ ഫീസ് ഉണ്ട്. അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് അടയ്ക്കാനായിട്ട് പറ്റും എന്നും പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഡെബിറ്റ് കാർഡ് വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ ഒക്കെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് പറ്റും. അതോടൊപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ബാക്കി ഡോക്യുമെന്റ്സ് കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ 10ാം ക്ലാസ്സിലെയും മറ്റ് മാർക്ക് ലിസ്റ്റിന്റെ എല്ലാം കോപ്പി, അതുപോലെ പാൻ കാർഡിന്റെ കോപ്പി, അതുപോലെ ഗേറ്റ് 2025 പരീക്ഷയുടെ സ്കോർ കാർഡിന്റെ സ്കാൻ ചെയ്ത് കോപ്പി പ്രത്യേകം അയക്കണം. അതൊരു എഞ്ചിനീയറിംഗ് ഡിഗ്രി, പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ്, അതും വേണം. അതുപോലെ ഫൈനൽ സെമസ്റ്ററിലെ മാർക്ക് ലിസ്റ്റ്, എല്ലാ സെമസ്റ്ററിലെ മാർക്ക് ലിസ്റ്റ്, ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതിലേക്ക് താല്പര്യമുള്ളവർക്ക് 2026 ഫെബ്രുവരി 25 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ മികച്ച ഒരു അവസരമാണ്. 515ഓളം വേക്കൻസികളാണുള്ളത്. പക്ഷേ പ്രത്യേകം
ഓർത്തിരിക്കുക, ഗേറ്റ് 2005 ക്വാളിഫൈ ചെയ്തവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ക്വാളിഫൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ തികച്ചും നിങ്ങൾക്ക് നല്ല ഒരു കരിയറിന് വേണം. സ്റ്റാർട്ടിംഗ് സാലറി തന്നെ മികച്ച സാലറിയോടുകൂടി നല്ല കരിയർ ഗ്രോത്ത് ലഭിക്കുന്ന ഒരു അവസരമാണ്. ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ടിൽ നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ്സ് ചെയ്യുക, രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.